നെക്സ്റ്റ് പറയുന്നത് എസ്ക്യുലൈറ്റ് വിത്ത് എന്താണ് ആൻഡ്രോയിഡ്. ഓക്കെ, അതിൽ വരുന്ന ക്ലാസ്, മെയിനായിട്ട് വരുന്ന ക്ലാസ്സാണ് എന്ത്, എസ്ക്യുലൈറ്റ് ഓപ്പൺ ഹെൽപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്, എസ്ക്യുലൈറ്റ് ഓപ്പൺ ഹെൽപ്പർ ക്ലാസ്. ഓക്കെ, ഈ ഒരു ക്ലാസ്സാണ് നമുക്ക് എസ്ക്യുലൈറ്റ് ഡേറ്റാബേസ് യൂസ് ചെയ്യാൻ എല്ലാ ഫങ്ഷനാലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സാണ് എസ്ക്യുലൈറ്റ് ഓപ്പൺ ഹെൽപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്. അപ്പം അതുള്ള പാക്കേജ് എന്ന് പറയുന്നത് android.database.sqlite, ആ ഒരു പാക്കേജിലാണ് നമ്മളുടെ എസ്ക്യുലൈറ്റ് ഓപ്പൺ ഹെൽപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ഉള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് used for database creation and version management. Then for performing any database operation, we have to provide implementation of on create, on upgrade methods of SQLite open helper class. Okay, അപ്പോൾ നമുക്ക് ഓൺ ക്രിയേറ്റ്, ഓൺ അപ്ഗ്രേഡ് എന്നിങ്ങനെയുള്ള മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യണം. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈ എസ്ക്യുലൈറ്റ് ഓപ്പൺ ഹെൽപ്പർ ക്ലാസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്താണ് ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിനായിട്ടുള്ള ഫങ്ഷനാലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സാണ് എസ്ക്യുലൈറ്റ് ഓപ്പൺ ഹെൽപ്പർ ക്ലാസ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കൺസ്ട്രക്റ്റേഴ്സ്, ഏതൊക്കെ കൺസ്ട്രക്റ്റേഴ്സാണ് എസ്ക്യുലൈറ്റ് ഓപ്പൺ ഹെൽപ്പർ ക്ലാസ്സിൽ വരുന്നതെന്നുള്ളതാണ്. ഓക്കെ, എസ്ക്യുലൈറ്റ് ഓപ്പൺ ഹെൽപ്പർ, അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എസ്ക്യുലൈറ്റ് ഓപ്പൺ ഹെൽപ്പർ കോണ്ടെക്സ്റ്റ്. അപ്പോൾ നമ്മളുടെ ഏത് കോണ്ടെക്സ്റ്റാണ്, ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ് ആണോ എന്താണ് അതാണ് പറയുന്നത്. രണ്ടാമത്തത് നമ്മളുടെ ഡേറ്റാബേസ് നെയിം. ഓക്കെ, ദെൻ എസ്ക്യുലൈറ്റ് ഡേറ്റാബേസ് ഡോട്ട് കേഴ്സർ ഫാക്ടറി, ഏതെന്തെങ്കിലും റിട്ടേൺ ഒക്കെ ചെയ്യുമ്പോൾ ഡേറ്റാബേസ് എന്തെങ്കിലുമൊക്കെ റിട്ടേൺ ചെയ്യാനുണ്ടെങ്കിലാണ് നമ്മൾ ആ ഒരു കേഴ്സർ ഫാക്ടറി എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് എന്താണ്, നമ്മളുടെ വേർഷൻ ഏതാണ്. ഓക്കെ, create an object for creating, opening and managing the database. അപ്പം എന്താണ് ഈ ഒരു കൺസ്ട്രക്ടർ എന്താ ചെയ്യുന്നത്, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്, ഫോർ ഓപ്പണിംഗ് ആൻഡ് മാനേജിങ് ദി ഡേറ്റാബേസ്. അപ്പോൾ നമ്മുടെ ഡേറ്റാബേസ് ഓപ്പൺ ചെയ്യുക ആൻഡ് മാനേജ് ചെയ്യുക. ഓക്കെ, വേറൊരു കൺസ്ട്രക്ടറാണ് എസ്ക്യുലൈറ്റ് ഓപ്പൺ ഹെൽപ്പർ കോണ്ടെക്സ്റ്റ് സ്ട്രിങ്, എന്താണ് നമ്മുടെ ഡേറ്റാബേസ് നെയിം, പിന്നെന്താണ് നമ്മളുടെ കേഴ്സർ ഫാക്ടറി, ഇൻഡ് വേർഷൻ, അതിൻ്റെ കൂടെ വേറൊരു സംഭവമുണ്ട് എറർ ഹാൻഡ്ലർ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ എറർ ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ആൻ ഓബ്ജക്റ്റ് ഫോർ ക്രിയേറ്റിംഗ്, ഓപ്പണിംഗ് ആൻഡ് മാനേജിങ് ദി ഡേറ്റാബേസ്, ഇറ്റ് സ്പെസിഫൈസ് ദി എറർ ഹാൻഡ്ലർ. ഓക്കെ, അങ്ങനെ രണ്ട് കൺസ്ട്രക്റ്റേഴ്സാണ് എസ്ക്യുലൈറ്റ് ഓപ്പൺ ഹെൽപ്പർ എന്ന് പറഞ്ഞ ക്ലാസ്സിന് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് കേഴ്സർ. കേഴ്സർ എന്ന് പറഞ്ഞാൽ എന്താണ്, കേഴ്സർ ഈസ് എ ക്ലാസ് വിച്ച് റെപ്രസെൻറ്റ്സ് എ 2D ടേബിൾ ഓഫ് എനി ഡേറ്റാബേസ്. അതായത് കേഴ്സർ എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആണ്. എന്താണ്, ഇപ്പം നമ്മളുടെ ടേബിൾ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നമുക്കത് സ്റ്റോർ ചെയ്യണം, ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം. അത് നേരെ നമുക്ക് കൺട്രോളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതൊരു ഒബ്ജക്റ്റിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു ടേബിളിലുള്ള ഡേറ്റ നമ്മൾ റിട്രീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒബ്ജക്റ്റിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. ആ ഒബ്ജക്റ്റ് ഏതിൻ്റെ ടൈപ്പാണ്, കേഴ്സർ എന്ന് പറഞ്ഞ ക്ലാസ്സാണ്. ക്ലാസിൻ്റെ ഒബ്ജക്റ്റിലേക്കായിരിക്കും നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ടേബിളിലുള്ള മൊത്തം ഡേറ്റയോ അല്ലെങ്കിൽ ഒരു റോ റിട്രീവ് ചെയ്യുന്ന സമയത്ത് നമ്മളതൊരു ഒബ്ജക്റ്റിൽ, കേഴ്സറിൻ്റെ ഒബ്ജക്റ്റിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളുടെ ഒരു ടേബിളിലുള്ള ഡേറ്റാബേസിലുള്ള ടേബിൾ സ്ട്രക്ചർ എങ്ങനെയാണോ ആ ഒരു സ്ട്രക്ചറിൽ തന്നെയായിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു ഒബ്ജക്റ്റിൽ അത് സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, കേഴ്സർ ഈസ് എ ക്ലാസ് വിച്ച് റെപ്രസെൻറ്റ്സ് എ 2D ടേബിൾ ഓഫ് എനി ഡേറ്റാബേസ്. വെൻ യു ട്രൈ ടു റിട്രീവ് സം ഡേറ്റ യൂസിങ് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്, then database will first create a cursor object and returns its reference to you. Okay, the pointer of this return reference is pointing to the 0th location. Okay, 0th ലൊക്കേഷനിലേക്കായിരിക്കും അത് പോയിന്റ് ചെയ്തിരിക്കുക. Then നെക്സ്റ്റ് പറയുന്നത് എസ്ക്യുലൈറ്റ് ഡേറ്റാബേസ് ക്ലാസ്. അപ്പം ഫസ്റ്റ് നമ്മൾ എസ്ക്യുലൈറ്റ് ഓപ്പൺ ഹെൽപ്പർ ക്ലാസ് കണ്ടു. എസ്ക്യുലൈറ്റ് ഓപ്പൺ ഹെൽപ്പർ എന്ന് പറയുന്നത് എന്തിനായിരുന്നു, ഒരു ഡേറ്റാബേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കേഴ്സർ എന്ന് പറഞ്ഞ ക്ലാസ് പഠിച്ചു. കേഴ്സർ എന്ന് പറഞ്ഞ ക്ലാസ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡേറ്റാബേസിന്
വാല്യൂ റിട്രീവ് ചെയ്യുന്ന സമയത്ത് ടേബിളിൽ നിന്നൊക്കെ വാല്യൂ റിട്രീവ് ചെയ്യുമ്പം അത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒബ്ജക്റ്റ് അത് കേഴ്സറിൻ്റെ ഒബ്ജക്റ്റിലേക്കും സ്റ്റോർ ചെയ്ത് വയ്ക്കുക. മൂന്നാമത്തെ പറയുന്നതാണ് SQLite ഡേറ്റാബേസ് ക്ലാസ് എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് മെത്തേഡ് ടു പെർഫോം ഓൺ SQLite ഡേറ്റാബേസ് സച്ച് ആസ് ക്രിയേറ്റ്, അപ്ഡേറ്റ്, സെലക്ട്, ഡിലീറ്റ് എക്സെട്ര. ഓക്കെ, അതായത് നമ്മൾ ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യുക. ക്വറീസൊക്കെ നമ്മൾ കൊടുക്കുമ്പം അത് അങ്ങനത്തെ എന്താണ് ക്വറീസൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെയാണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? SQLite ഡേറ്റാബേസ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം void exec SQL. ഓക്കെ, ഇപ്പോൾ എക്സിക്യൂട്ട് SQL എന്നാണ് സ്ട്രിങ് SQL. ദിസ് മെത്തേഡ് എക്സിക്യൂട്ട് SQL query. ഓക്കെ, അതായത് ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്, അത് നോട്ട് സെലക്ട് ക്വറി ഇതിൽ വർക്ക് ചെയ്യില്ല. exec SQL ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം വാല്യൂസ് ആ ഒരു ക്വറി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു exec SQL എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്വറിയാണ് എന്ത് ചെയ്യുന്നത്? ഇത് SQLite ഡേറ്റാബേസിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ exec SQL ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം ആ ക്വറി പാസ് ചെയ്ത് കഴിഞ്ഞാൽ SQLiteൽ പോയിട്ട് ഡിലീഷൻ പെർഫോം ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനുള്ള മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? exec SQL. ഓക്കെ, അപ്പോൾ exec SQL എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെത്തേഡൊക്കെ ഏതിൽ നിന്ന് വരുന്നതാണ്? SQLite ഡേറ്റാബേസ് ക്ലാസ്സിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഒരു ഇൻസേർട്ട് ക്വറി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇൻസേർട്ട് എങ്ങനെയാണ് ഇൻസേർട്ട് പറയുന്നത്? ഇൻസേർട്ട് ദെൻ അടുത്ത എന്താണ്? ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മളുടെ ടേബിൾ നെയിം എന്താണോ പാസ് ചെയ്ത് കൊടുക്കുക, കോമ, സ്ട്രിങ്, നൾ കോളം ഹാക്ക്. നൾ കോളം ഹാക്ക് യൂസ് ചെയ്യാൻ നമ്മൾ നൾ വാല്യൂസ് പാസ് ചെയ്യണമെങ്കിൽ. ഓക്കെ, ദെൻ കണ്ടൻറ്റ് വാല്യൂസ് എന്തൊക്കെയാണോ നമ്മളുടെ വാല്യൂസ്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻസേർട്ട് ക്വറി വരുന്നത്. ഓക്കെ, നൾ കോളം ഹാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസൻറ്റ് അലൗ കംപ്ലീറ്റ്ലി നൾ വാല്യൂസ്. ഇഫ് വി സെറ്റ് സെക്കൻഡ് ആർഗ്യുമെൻറ്റ് ഈസ് നൾ, ആൻഡ്രോയിഡ് വിൽ സ്റ്റോർ നൾ വാല്യൂസ് ഇഫ് വാല്യൂസ് ആർ എംപ്റ്റി. മനസ്സിലായല്ലോ? ദെൻ കണ്ടൻറ്റ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ക്ലാസ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ എ സെറ്റ് ഓഫ് വാല്യൂസ്. ഓക്കെ, നമുക്ക് പാസ് ചെയ്യേണ്ട വാല്യൂസ്. അപ്പോൾ അങ്ങനെയാണ് ഇൻസേർട്ട് ക്വറി വരുന്നത്. ഇൻസേർട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താണ്? നമ്മളുടെ ടേബിൾ നെയിം എന്താണോ അത്, ദെൻ നമ്മളുടെ എന്താണ് നമുക്ക് കോളംസ് നള്ളാക്കണമെങ്കിൽ അത്, ദെൻ കണ്ടൻറ്റ് വാല്യൂസ്. ഓക്കെ, ദെൻ അപ്ഡേറ്റ് ക്വറി എങ്ങനെയാണ് വരുന്നത്? അപ്ഡേറ്റ്, സ്ട്രിങ് ടേബിൾ നെയിം, കണ്ടൻറ്റ് വാല്യൂസ്, ദെൻ സ്ട്രിങ് വേർ ക്ലോസ്. ഓക്കെ, ദെൻ വേർ ആർഗ്യുമെൻറ്റ്സ്. ഓക്കെ, അങ്ങനെയാണ് അപ്ഡേറ്റ് ക്വറി വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോഗ്രാം നോക്കാം. അപ്പം നമ്മൾ എന്താണ് നെയിം, ഫോൺ നമ്പർ, ഓക്കെ, അത് സേവ് ചെയ്യുക, സെലക്ട് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, ഷോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിലാണ് നമ്മളൊരു ലിസ്റ്റിലേക്കാണ് നമ്മൾ ഷോ ചെയ്തത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ യൂസ് ചെയ്ത എന്താണ് കൺട്രോൾസ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ക്രിയേറ്റ് പാക്കേജ്. നമ്മളൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, നിങ്ങളിപ്പം ആൻഡ്രോയിഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം ഇത് ഓൾറെഡി വരുന്ന സംഭവമാണ്. SRCയിൽ നമ്മളുടെ ഒരു പാക്കേജ്, അതിൻ്റെ ഉള്ളിൽ മെയിൻ ആക്ടിവിറ്റി .java എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അടുത്തത് ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. com.example.sqlite എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മളൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യും. അതിൽ നമ്മൾ 2 ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്യും. ഒന്നെന്ന് പറഞ്ഞ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? contact.java. വേറൊരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റാബേസ് handler.java. ഓക്കെ, ഇങ്ങനെ 2 ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് contact.java എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ജാവയിൽ ഒരു ക്ലാസ് സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് സേവ് ചെയ്യാൻ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? അപ്പം നമ്മൾ ക്ലാസ് കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് കൊടുത്തു. അതിൽ നമ്മളുടെ വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തു, ക്ലാസ് വേരിയബിൾസ്. നമ്മൾ ജാവ പഠിച്ച അതേ കാര്യം. പിന്നെ കൺസ്ട്രക്ടർ, ഓക്കെ, ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ട്, പിന്നെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. അപ്പം നമ്മൾ വാല്യൂസ് പാസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ ഒരു
പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്യും. അപ്പോൾ ദിസ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം, ദിസ് ഡോട്ട് PHNO ഈസ് ഈക്വൽ ടു PHNO എന്ന് പറയുന്ന സമയത്ത് ക്ലാസ് വേരിയബിൾസിലേക്ക് എന്ത് ചെയ്യും, ഡേറ്റ സ്റ്റോർ ആവും. ഓക്കെ, ഇവിടെ ദിസ് ഡോട്ട് നെയിം എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതിനെയാണ്. ഓക്കെ, ഇവിടെ ഈ നെയിം എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, ഈ ലോക്കൽ വേരിയബിളിനെയാണ്. ഫോൺ നമ്പർ ഈ ഒരു വേരിയബിൾ, ദിസ് ഡോട്ട് ഫോൺ നമ്പർ എന്ന് പറയുമ്പോൾ ക്ലാസ് വേരിയബിൾ. ഓക്കെ, ദെൻ അടുത്ത എന്താണ്, ജസ്റ്റ് ഒരു ഫംഗ്ഷൻ കൊടുത്തു ഗെറ്റ് നെയിം. ഗെറ്റ് നെയിം എന്ന് പറയുന്ന സമയത്ത് എന്താണ്, നമ്മളുടെ നെയിം റിട്ടേൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ദെൻ സെറ്റ് നെയിം. സെറ്റ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ വേരിയബിളിലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ സെറ്റ് ഫോൺ നമ്പർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അടുത്തത് നമ്മളുടെ നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഡേറ്റാബേസ് ഹാൻഡ്ലർ എന്ന് പറഞ്ഞ എന്താണ് നമ്മളുടെ ക്ലാസ്. അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് ആര്, എസ്ക്യുലൈറ്റ് ഓപ്പൺ ഹെൽപ്പർ. എസ്ക്യുലൈറ്റ് ഓപ്പൺ ഹെൽപ്പർ എന്ന് പറഞ്ഞ ക്ലാസ്. അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, സ്ട്രിങ്, ഞാൻ ഇത്രയും കോൺസ്റ്റൻസ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്, ഒരു ഡേറ്റാബേസ് വേർഷൻ, നമ്മുടെ ഡേറ്റാബേസ് വേർഷൻ ഞാൻ 1 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. then ഡേറ്റാബേസ് നെയിം എന്താണ്, അത് ഞാൻ കോണ്ടാക്ട്സ് മാനേജർ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടേബിൾ കോണ്ടാക്ട്സ് എന്ന് പറയുന്നത് കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ടേബിൾ നെയിം മനസ്സിലായല്ലോ. ദെൻ കീ നെയിം, അതായത് നമ്മളുടെ ടേബിളിലെ ഫീൽഡ് നെയിംസ്, നെയിമും ഫോൺ നമ്പറും, അത് 2 വേരിയബിൾസിലേക്ക് കൊടുത്തു വെച്ചിട്ടുണ്ട്, കീ നെയിമും കീ ഫോൺ നമ്പറും. മനസ്സിലായോ? ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴെങ്കിലും നമുക്ക് ഒന്ന് എന്താണ് നെയിം, ഫീൽഡ് നെയിം ഒന്ന് മാറ്റണം, ഫോൺ നമ്പർ ഫീൽഡ് നെയിം ഒന്ന് മാറ്റണം. അപ്പോൾ എന്താണ്, എവിടേക്ക് ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ പോയിട്ട് ഞാനത് ഫീൽഡ് നെയിംസ് മാറ്റി കൊടുക്കണം. ഓക്കെ, മനസ്സിലായില്ലേ? എസ്ക്യുലൈറ്റ് എന്ന് പറഞ്ഞൊരു ഡേറ്റാബേസ് ഉണ്ട്, അതിലൊരു ടേബിൾ ഉണ്ട്, എന്താണ് കോണ്ടാക്ട് മാനേജർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ എന്താണ് ചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഈ നെയിമോ ഫോൺ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഈ ഫീൽഡ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ബാക്കി എല്ലാ സ്ഥലത്തും പോയി ചേഞ്ച് ചെയ്യുന്നതിനെക്കാട്ടും എനിക്ക് ഇവിടെ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു സംഭവം സെറ്റ് ചെയ്തത്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് എന്താണ്, ഡേറ്റാബേസ് ഹാൻഡ്ലർ കൺസ്ട്രക്ടർ. അതിൽ എന്താണ് നമ്മൾ സൂപ്പർ കീവേഡ് സൂപ്പർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ കോണ്ടെക്സ്റ്റ്, അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ഡേറ്റാബേസ് നെയിം, എന്താണ് കോണ്ടാക്ട്സ് മാനേജർ എന്നുള്ളതാണ് നമ്മളുടെ ഡേറ്റാബേസ് നെയിം. ഡേറ്റാബേസ് നെയിം എന്ന് പറഞ്ഞാൽ വേരിയബിൾ. ഓക്കെ, അതപ്പോൾ അതിലെന്താണ് കോണ്ടാക്ട്സ് മാനേജർ. അപ്പം ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യും എസ്ക്യുലൈറ്റിൽ, എന്താണ് കോണ്ടാക്ട്സ് മാനേജർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ദെൻ അടുത്ത എന്താണ്, കേഴ്സർ ഫാക്ടറി നമുക്കൊന്നും റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മൾ നള്ളിന് കൊടുത്തു. ദെൻ ഡേറ്റാബേസ് വേർഷൻ. ഓക്കെ, ഡേറ്റാബേസ് വേർഷൻ നമ്മൾ എത്രയാണ് സെറ്റ് ചെയ്തത്, 1 എന്നല്ലേ. ഓക്കെ, ഇവിടെ കണ്ടില്ലേ 1. അപ്പോൾ ഈ ഡേറ്റാബേസ് വേർഷൻ എന്ന് പറഞ്ഞ വേരിയബിളാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ നമ്മളുടെ കോണ്ടാക്ട് മാനേജർ വിത്ത് ഡേറ്റാബേസ് വേർഷൻ 1 അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. മനസ്സിലായല്ലോ? നെക്സ്റ്റ് പറയുന്നത് നമ്മളുടെ എന്താണ് ഓൺ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്. ഓക്കെ, അതിൽ എസ്ക്യുലൈറ്റ് ഡേറ്റാബേസ് കണ്ടോ, എസ്ക്യുലൈറ്റ് ഡേറ്റാബേസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൺ ക്രിയേറ്റ്, അപ്പോൾ ഇത് നമ്മളെ എന്താണ് എസ്ക്യുലൈറ്റ് ഓപ്പൺ ഹെൽപ്പർ എന്ന് പറഞ്ഞ ക്ലാസ് ഇൻഹെർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമുക്ക് ഓൺ ക്രിയേറ്റും ഓൺ അപ്ഗ്രേഡും ഒക്കെ എന്താണ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവും. ഓക്കെ, അപ്പം ക്രിയേറ്റ് കണ്ടോ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ടേബിൾ സ്ട്രിങ് കൊടുക്കുകയാണ്, നമ്മളുടെ ക്രിയേറ്റ് ടേബിൾ നെയിം. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ കൊടുത്തത്, ടേബിൾ ക്രിയേഷൻ ഓൺ ക്രിയേറ്റിൻ്റെ ഉള്ളിൽ. ഓക്കെ, അപ്പോൾ എന്താണ് ക്രിയേറ്റ് ടേബിൾ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വേരിയബിൾ നെയിം. ടേബിൾ കോണ്ടാക്ട്സ് എന്ന് പറയുന്ന വേരിയബിൾ നെയിം എന്താണ് ടേബിൾ കോണ്ടാക്ട്സിൽ എന്താ ഉള്ളത്, കോണ്ടാക്ട്സ് ആണ്. ഓക്കെ, കോണ്ടാക്ട്സ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ടേബിൾ നെയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ ഇവിടെ എന്ത് വരും, ക്രിയേറ്റ് ടേബിൾ കോണ്ടാക്ട്സ്, അതിനാണ് പ്ലസ് ടേബിൾ കോണ്ടാക്ട്സ് എന്ന് പറയുന്നത് വേരിയബിൾ നെയിമാണ്. ഈ ടേബിൾ കോണ്ടാക്ട്സിൽ നമ്മൾ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടേബിൾ നെയിം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിയേറ്റ്
ടേബിൾ കോണ്ടാക്ട്സ് പ്ലസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മളുടെ കീ നെയിം നമ്മളുടെ ഫീൽഡ് നെയിമാണ് പിന്നെ പാസ് ചെയ്യുന്നത്. ഓക്കെ, അത് ടെക്സ്റ്റാണ് പ്രൈമറി കീ. ദെൻ കീ PHNO ടെക്സ്റ്റ്. മനസ്സിലായല്ലോ? ഈ കീ PHNO കീ നെയിം എന്നൊക്കെ പറഞ്ഞാൽ എന്താ മനസ്സിലായില്ലേ? നമ്മളുടെ ഫീൽഡ് നെയിം കണ്ടോ? അപ്പം നെയിം, ഫോൺ നമ്പർ ഇത് കൊടുത്ത വേരിയബിളാണ് കീ നെയിമും കീ PHNO എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യും കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ അതിൽ ഫീൽഡ് നെയിമും ഫോൺ നമ്പറും വന്നിട്ടുണ്ടാവും. ഓക്കെ, കണ്ടോ? ദെൻ EXESQL ക്രിയേറ്റ് കോണ്ടാക്ട്സ് ടേബിൾ. ഓക്കെ, ഈ വേരിയബിളാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ആവും. ഓക്കെ, ദെൻ ഓൺ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിൻ്റെ ഉള്ളിൽ എന്താ കൊടുക്കുന്നത്? നമുക്ക് നമ്മളുടെ ടേബിൾ ഡ്രോപ്പ് ചെയ്യണം. അപ്പം നമ്മൾ db എന്ന് പറയുന്നത് SQLite ഓപ്പൺ ഹെൽപ്പറിൻ്റെ ഒബ്ജക്റ്റാണ്. db.exesql ഡ്രോപ്പ് ടേബിൾ ഇഫ് എക്സിസ്റ്റ് ടേബിൾ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടേബിൾ അവിടെ എന്ത് ചെയ്യും? ഡ്രോപ്പ് ആവും. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ വേരിയബിൾ നെയിം സെറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഉപകാരം ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് ഞാനൊരു മെത്തേഡ് എഴുതിയതാണ് ആഡ് കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ്. ഓക്കെ, അപ്പോൾ ആഡ് കോണ്ടാക്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തു? കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഈ കോണ്ടാക്റ്റ് ക്ലാസ്, ഓക്കെ, ഇപ്പോൾ നമ്മളൊരു കോണ്ടാക്റ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ആ ഒരു ക്ലാസ്സാണ് ഇവിടെ പാസ് ചെയ്തിരിക്കുന്നത്. കോണ്ടാക്റ്റ് ഒബ്ജക്റ്റ് കോണ്ടാക്റ്റ്. ഓക്കെ, ദെൻ SQLite ഡേറ്റാബേസ് DB ഈസ് ഈക്വൽ ടു this.get writable database. ഓക്കെ, അപ്പം ഞാൻ ഈ ആഡ് കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡിനെ കോൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? SQLite ഡേറ്റാബേസ് DB ഈസ് ഈക്വൽ ടു this.get writable database എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഗെറ്റ് റൈറ്റബിൾ ഡേറ്റാബേസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? അപ്പോഴാണ് നമ്മളുടെ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ എന്താണ് ഓൺ ക്രിയേറ്റും ഓൺ അപ്ഗ്രേഡും വർക്കാവും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം നമുക്ക് ടേബിൾ ഡ്രോപ്പ് ചെയ്യേണ്ട എങ്കിൽ എന്താണ് ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എഴുതിയിട്ടില്ലേ ടേബിൾ ഡ്രോപ്പ് ചെയ്യാനുള്ള, അത് കമൻറ്റ് ചെയ്യുക. ഓൺ അപ്ഗ്രേഡിൽ ആ ഒരു പാർട്ട് കമൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ദെൻ കോണ്ടാക്റ്റ് വാല്യൂസ് ഈക്വൽ ടു ന്യൂ കോണ്ടാക്റ്റ് കണ്ടൻറ്റ് വാല്യൂസ് ഈക്വൽ ടു ന്യൂ കണ്ടൻറ്റ് വാല്യൂസ്. ദെൻ വാല്യൂസ് ഡോട്ട് പുട്ട് then key name comma contact dot get name. ഓക്കെ, values dot put key name. അപ്പം നെയിമിലേക്ക് എന്താണ് കോണ്ടാക്ട് ഡോട്ട് ഗെറ്റ് നെയിം. ഓക്കെ, ഇപ്പം നമ്മളുടെ കോണ്ടാക്റ്റിൽ നമ്മൾ എന്താണോ പാസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കീ നെയിമിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ഡോട്ട് ഗെറ്റ് ഫോൺ നമ്പർ. അപ്പോൾ ഇത് ഞാൻ മറ്റേ മെയിൻ മെത്തേഡ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇപ്പം നിങ്ങൾ മെത്തേഡുകളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ജസ്റ്റ് നോക്കുക. ഓക്കെ, db.insert എന്താണ് ടേബിൾ കോണ്ടാക്ട്സ് നൾ കോമ വാല്യൂസ്. ഓക്കെ, ഇപ്പോൾ ഇൻസേർട്ടിൻ്റെ ഒക്കെ നേരത്തെ സിൻടാക്സ് പറഞ്ഞില്ലേ? അപ്പം ഏത് ടേബിൾ നെയിമാണ് നമ്മൾ നൾ വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നള്ള് കൊടുക്കുക, കോമ എന്ത് കൊടുക്കുക? വാല്യൂസ്. വാല്യൂസിൽ എന്തൊക്കെയാണുള്ളത്? നമ്മൾ പാസ് ചെയ്ത നെയിമും ഫോൺ നമ്പറും ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ നമ്മളുടെ മെയിൻ ആക്ടിവിറ്റിയിൽ നമ്മൾ ടെക്സ്റ്റ് ബോക്സിലുള്ള വാല്യൂസൊക്കെ നമ്മൾ ആക്സസ് ചെയ്ത് വെച്ചു. ദെൻ നമ്മളുടെ ഡേറ്റാബേസ് ഹാൻഡ്ലർ DB, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് DB എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ DB ഈസ് ഈക്വൽ ടു ന്യൂ ഡേറ്റാബേസ് ഹാൻഡ്ലർ ഗെറ്റ് ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ്. ഓക്കെ, നമ്മളുടെ ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ് ഇത് കണ്ടോ? ഓൺ ക്ലിക്കിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ ചെയ്തേ? ഓൺ ക്ലിക്കിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തു? ടെക്സ്റ്റ് ബോക്സിലുള്ള വാല്യൂസ് നമ്മളുടെ നെയിമും ഫോൺ നമ്പറും ആക്സസ് ചെയ്തു. ദെൻ കണ്ടോ db.add contact ന്യൂ കോണ്ടാക്റ്റ് ഓഫ് നെയിം 1 കോമ PHNO 1. ഓക്കെ, അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഗെറ്റ് ടെക്സ്റ്റിൽ നെയിം A എന്ന് പറയുന്നതും ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ 949 എന്താണോ എന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ നമ്പറും ആണ്. അപ്പോൾ അതിവിടെ വരുമല്ലോ.
നെയിം 1 എ വരും, PHNOയിൽ 94 അങ്ങനെ വരും. ഓക്കെ, ആഡ് കോണ്ടാക്റ്റ് ന്യൂ കോണ്ടാക്റ്റ് എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മളുടെ ഡേറ്റാബേസ് ഹാൻഡ്ലർ ഉണ്ടല്ലോ. ഓക്കെ, അപ്പം നമ്മളുടെ ഡേറ്റാബേസ് ഹാൻഡ്ലറിൽ പോവും. ഓക്കെ, നമ്മളുടെ ഡേറ്റാബേസ് ഹാൻഡ്ലറിലാണ് നമ്മൾ ആഡ് കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡ്. ഓക്കെ, ഇതിനെയാണല്ലോ കോൾ ചെയ്തത് നമ്മുടെ ഡേറ്റാബേസ് ഹാൻഡ്ലർ. ഓക്കെ, ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇതിൻ്റെ നമ്മളുടെ ഡേറ്റാബേസ് ഹാൻഡ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്ലാസ്സിലേക്ക് പോയിട്ട് എന്ത് ചെയ്യും? ന്യൂ കോണ്ടാക്റ്റ് ഓഫ് നെയിം 1, PHNO എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ഈ എയും നമ്മളുടെ ഫോൺ നമ്പർ 94 അത് എന്ത് ചെയ്യും? അത് ഇവിടെ വരും. ദെൻ അത് നേരെ എന്ത് ചെയ്യും? കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞ ഈ കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലോ? ന്യൂ കോണ്ടാക്റ്റ് ആഡ് മെത്തേഡിലേക്ക് വന്നു. ദെൻ അവിടുന്ന് എന്താണ്? കോണ്ടാക്റ്റ് സ്ട്രിങ് നെയിം, സ്ട്രിങ് ഫോൺ നമ്പർ. അപ്പം ഇവിടെ എത്തി ആര്? നമ്മളുടെ എയും അതേപോലെ നമ്മൾ 94 എന്ന് പറയുന്നതും. ദെൻ എന്ത് ചെയ്തു? ഈ ക്ലാസ് വേരിയബിൾസിന് കോണ്ടാക്റ്റിലുള്ള ഈ ക്ലാസ് വേരിയബിൾസ് ഉണ്ടല്ലോ, സ്ട്രിങ് നെയിമും HNOയും, ഇത് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു? ഇനിഷ്യലൈസ് ആയി. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് ഇനിഷ്യലൈസ് ആയതുകൊണ്ട് എന്ത് ചെയ്യും? ദെൻ ഗെറ്റ് നെയിമും സെറ്റ് നെയിമും. ഗെറ്റ് നെയിമിൽ നമുക്ക് എന്താണ്? റിട്ടേൺ ചെയ്യുന്നുണ്ട് ദിസ് ഡോട്ട് നെയിം. അതുപോലെ തന്നെ നമ്മളുടെ ഫോൺ നമ്പറും റിട്ടേൺ ചെയ്യുന്നുണ്ട്. എന്താണ്? ഗെറ്റ് PHNO എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായല്ലോ? അപ്പം നമ്മളുടെ മെയിൻ ആക്ടിവിറ്റിന്ന് എന്താണ്? db.add കോണ്ടാക്റ്റ് ന്യൂ കോണ്ടാക്റ്റ് ഓഫ് നെയിം 1, PHNO എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ഡേറ്റാബേസ് ഹാൻഡ്ലറിൽ എന്താ ആഡ് കോണ്ടാക്റ്റിലേക്ക് പോയി. ദെൻ ആഡ് കോണ്ടാക്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളുടെ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിലേക്ക് പോയി. അവിടുന്ന് നമ്മളുടെ നെയിം 1ഉം ഫോൺ നമ്പറും എന്ത് ചെയ്തു? ഇനിഷ്യലൈസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനിഷ്യലൈസ് ചെയ്തിട്ട് അത് എങ്ങോട്ട് വന്നു? റിട്ടേൺ ചെയ്തിട്ട് എങ്ങോട്ട് വന്നു? നമ്മളുടെ ഡേറ്റാബേസ് ഹാൻഡ്ലറിലേക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, ദെൻ നമ്മളുടെ ഗെറ്റ് റൈറ്റബിൾ ഡേറ്റാബേസ് എന്ന് പറയുന്ന സമയത്ത് ഓൺ ക്രിയേറ്റ് കോളായി. ഓൺ അപ്ഗ്രേഡിലുള്ള കോഡ് നമ്മൾ കമൻറ്റ് ചെയ്തു, കാരണം നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ട. അപ്പം അവിടെ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ദെൻ അടുത്ത എന്താണ്? നമ്മളുടെ വാല്യൂസ് നമ്മൾ കണ്ടോ? കോണ്ടാക്ട് ഡോട്ട് ഗെറ്റ് നെയിം എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ എ എങ്ങോട്ട് കിട്ടി? ഇങ്ങോട്ട് കിട്ടി. ഓക്കെ, കോണ്ടാക്ട് ഡോട്ട് ഗെറ്റ് ഫോൺ നമ്പർ എന്ന് പറയുന്ന സമയത്ത് അത് എങ്ങോട്ട് കിട്ടി? ഈ PHNOയിൽ കിട്ടി. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റിൽ ഇപ്പോൾ എന്തുണ്ട്? നമ്മളുടെ എ പിന്നെ എന്താണ്? 94 എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ട്. ഓക്കെ, ദെൻ db.insert ടേബിൾ കോണ്ടാക്ട്സ്. ദെൻ വാല്യൂസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? എയും നമ്മളുടെ ഫോൺ നമ്പറും പോയിട്ട് ഇൻസേർട്ട് ആയിട്ടുണ്ടാവും. മനസ്സിലായല്ലോ? അതാണ് ഇൻസേർട്ട് ക്വറി. ഓക്കെ, അപ്പോൾ നമ്മൾക്കത് ഇൻസേർട്ട് ആയിട്ടുണ്ടോ, നമ്മൾ ക്രിയേറ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വിൻഡോ, നമ്മൾ മെയിൻ മെനു ഇല്ലേ, അതിൽ വിൻഡോയിൽ ഷോ വ്യൂവിൽ പോവാം. ഓക്കെ, ഷോ വ്യൂവിൽ അതർ എടുക്കുക. ഓക്കെ, അതർ എടുക്കുന്ന സമയത്ത് എന്താണ്? നമുക്ക് ഫയൽ എക്സ്പ്ലോറർ കാണാം. ഓക്കെ, ഈ ഫയൽ എക്സ്പ്ലോറർ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡേറ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർട്ട് കാണാം. ഓക്കെ, ഫയൽ എക്സ്പ്ലോററിൽ ഡേറ്റ എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട് കാണാം. അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ എന്താണ്? ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതാണ് ഫയൽ എക്സ്പ്ലോററിൽ കണ്ടോ? ഡേറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട്. ഓക്കെ, അതിൽ നമുക്ക് നമ്മളുടെ ഡേറ്റാബേസ് കണ്ടോ? ഡേറ്റ കണ്ടോ? ഇതാണ് നമ്മളുടെ ഡേറ്റാബേസ് എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് നമ്മളുടെ പാക്കേജ്. അതിൽ കണ്ടോ? കോണ്ടാക്ട്സ് മാനേജർ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഡേറ്റാബേസ് നെയിം. ഓക്കെ, അത് നമുക്ക് കാണാം. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുള്ള് ചെയ്യാൻ പറ്റും. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുള്ള് ചെയ്യാൻ പറ്റും. ദെൻ നമുക്കത് നമ്മളുടെ ഏതാണോ ഡ്രൈവിലേക്ക് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, അത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും വ്യൂ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് എക്സ്ട്രാ, അതായത്
പുറത്തുനിന്ന് നമുക്ക് ഇതിപ്പോൾ പുൾ ചെയ്ത ഒരു സംഭവം അതിൽ ഡേറ്റ ഉണ്ടോ എന്നൊക്കെ എസ്ക്യുലൈറ്റ് വെച്ച് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ വിൻഡോസിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എസ്ക്യുലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ വേണം ചെക്ക് ചെയ്യാൻ. ഇനി അടുത്തത് ഷോ എന്ന് പറയുന്ന സമയത്ത് ഷോ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റാബേസ് ഹാൻഡ്ലറിൽ എന്താണ് ഗെറ്റ് ഓൾ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഗെറ്റ് ഓൾ കോണ്ടാക്ട്സ്. അതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ലിസ്റ്റാണ്. ഓക്കെ, അപ്പം ലിസ്റ്റ് കോണ്ടാക്ട് ലിസ്റ്റ് നമ്മൾ ന്യൂ അറേ ലിസ്റ്റ് എടുത്തു. ദെൻ സെലക്ട് ക്വറി, സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ കോണ്ടാക്ട്സ്. ഓക്കെ, ദെൻ ദിസ് ഡോട്ട് ഗെറ്റ് റീഡബിൾ ചെയ്തു. ദെൻ കണ്ടോ, അങ്ങനെ നമ്മൾ റീഡ് ചെയ്തിട്ടുള്ള ഡേറ്റാബേസിൽ നിന്ന് റീഡ് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം എങ്ങോട്ടാണ്? കേഴ്സർ ഒബ്ജക്റ്റിലേക്ക് കൊടുത്തു. സെലക്ട് ക്വറി എന്ന് പറയുന്ന വേരിയബിൾ ആണ്. ഓക്കെ, ഇവിടെ സെലക്ട് ക്വറി എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ ഉണ്ട്, അതിലാണ് നമ്മൾ ആ ഒരു ക്വറി പാസ് ചെയ്തത്. ഓക്കെ, ദെൻ വീണ്ടും നമ്മളുടെ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിന് കോൾ ചെയ്തു. കോണ്ടാക്റ്റ് ഈക്വൽ ടു ന്യൂ കോണ്ടാക്റ്റ്. ഓക്കെ, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? സെറ്റ് ചെയ്തു. സെറ്റ് നെയിം cursor dot get string of 0, then set phone number get string of 1. Okay, then contact list dot add contact. Okay, contact list എന്ന് പറയുന്നത് ലിസ്റ്റിൻ്റെ ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇവിടെ കാണാം ലിസ്റ്റിൻ്റെ ഒബ്ജക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? കോണ്ടാക്ട് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, ഇത് ഒരു ടേബിളിൽ മോർ ദാൻ 1 കോളംസ് ഉണ്ടാവുമല്ലോ, അതാണ് വൈൽ കേഴ്സർ ഡോട്ട് മൂവ് ടു നെക്സ്റ്റ്. അതായത് മൂവ് ചെയ്തു, അതിലെ വാല്യൂ ഉണ്ടെങ്കിൽ വീണ്ടും നെക്സ്റ്റ് വാല്യൂ റീഡ് ചെയ്യും. കേഴ്സറിലേക്ക് കേഴ്സറിന് നെക്സ്റ്റ് വാല്യൂ റീഡ് ചെയ്യും, അത് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലോ? എന്താണെന്ന് മനസ്സിലായല്ലോ ഇത് ചെയ്തത്? അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഒരു ലിസ്റ്റ്, റിട്ടേൺ ലിസ്റ്റാണ് ഇതിൽ ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. ഗെറ്റ് ഓൾ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ ലിസ്റ്റിൻ്റെ ഒബ്ജക്റ്റാണ് കോണ്ടാക്ട്സ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ലിസ്റ്റ് എന്ത് ടൈപ്പാണ്? അറേ ലിസ്റ്റാണ്. ഓക്കെ, ദെൻ നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ കോണ്ടാക്ട്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആ ടേബിളിലുള്ള എല്ലാ വാല്യൂസും നമുക്ക് എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്തിട്ട് ഈ സെലക്ട് ക്വറി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ സേവ് ആയിട്ടുണ്ടാവും. ദെൻ ദിസ് ഡോട്ട് ഗെറ്റ് റീഡബിൾ ഡേറ്റാബേസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? കേഴ്സർ ഈസ് ഈക്വൽ ടു db ഡോട്ട് റോ ക്വറി, സെലക്ട് ക്വറി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? കേഴ്സറിലേക്ക് നമ്മളുടെ എല്ലാ സംഭവങ്ങളും എത്തിയിട്ടുണ്ടാവും. അതിനുശേഷം എന്താണ്? if cursor dot move to first. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു 0th ലൊക്കേഷനിലേക്കാണത് പോയിൻ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് വാല്യൂയിലേക്ക് അത് പോയിൻ്റ് ചെയ്തു. അതിൽ വാല്യൂ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ ഒരു സംഭവം വർക്ക് ചെയ്യിക്കുക, ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്തു? നമ്മളുടെ ആ ലിസ്റ്റ് നമ്മൾ റിട്ടേൺ ചെയ്തു. ഓക്കെ, അത് നമ്മളുടെ ലിസ്റ്റിലേക്ക് സെറ്റ് ചെയ്തതാണ് ഇവിടെ. ഓക്കെ, ലിസ്റ്റ് വ്യൂ, ഫൈൻഡ് വ്യൂ, നമ്മൾ ലിസ്റ്റ് വ്യൂവിനെ ആക്സസ് ചെയ്തു. കണ്ടോ, നമ്മളുടെ ഷോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലിസ്റ്റ് db ഡോട്ട് ഗെറ്റ് ഓൾ കോണ്ടാക്ട്സ്. അപ്പോൾ നമ്മൾ അവിടെ റിട്ടേൺ ലിസ്റ്റ് ഇവിടെ കോണ്ടാക്ട്സിലേക്ക് വന്നിട്ടുണ്ടാവും. ദെൻ മാപ്പ് യൂസ്, അറേ ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്തു ഫോർ കോണ്ടാക്റ്റ്. അപ്പം ഫോർ ഈച്ച് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോ വാല്യൂസും റിട്രീവ് ചെയ്യണം. ഓക്കെ, പുട്ട് നെയിം cn ഡോട്ട് ഗെറ്റ് നെയിം, പുട്ട് ഫോൺ നമ്പർ cn ഡോട്ട് ഗെറ്റ് phno. ദെൻ സിമ്പിൾ അഡാപ്റ്ററൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു സംഭവം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? നെയിമും ഫോൺ നമ്പറും നമ്മൾ അതിലേക്ക് സെറ്റ് ചെയ്തു. ഓക്കെ, ഒരു സിംഗിൾ വാല്യൂ റിട്രീവ് ചെയ്യുമ്പോഴും സെയിം തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്, വേറെ ഒന്നും ഇല്ല. ഓക്കെ, സെലക്ട് സിംഗിൾ ഡേറ്റ. അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തും db ഡോട്ട് അപ്ഡേറ്റ്, ഇൻസേർട്ട് ചെയ്ത അതേപോലെ തന്നെ db ഡോട്ട് ഇൻസേർട്ടിന് പകരം db ഡോട്ട് അപ്ഡേറ്റ് യൂസ് ചെയ്യുക. അതുപോലെ ടേബിൾ കോണ്ടാക്ട്സ്, ദെൻ എന്തൊക്കെയാണോ വാല്യൂസ്, ദെൻ ഏതിൻ്റെ ബേസിലാണ്, അതാണ് കീ നെയിം ഈസ് ഈക്വൽ ടു വേർ നെയിം ഈസ് ഈക്വൽ ടു എന്ന് നമ്മൾ പറയുമല്ലോ, അതാണ് അപ്ഡേറ്റ് ടേബിൾ നെയിം സെറ്റ് വേർ നെയിം ഈസ് ഈക്വൽ ടു, അതാണ് ഇവിടെ പാസ് ചെയ്തത്. ദെൻ ന്യൂ സ്ട്രിങ്. അടുത്തത്
നമ്മളുടെ വേരിയബിൾ നെയിം എന്താണ് സ്ട്രിംഗ് ഡോട്ട് വാല്യൂ ഓഫ് കോണ്ടാക്ട് ഡോട്ട് വാട്ട് ഗെറ്റ് നെയിം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്ഡേറ്റ് കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് കോൾ ചെയ്തു. അതിനുള്ള നമ്മളെ വേർ ക്ലോസിൽ എന്താണ് വാല്യൂസ് വരുന്നത് അത് നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ബട്ടൺ ക്ലിക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ന്യൂ കോണ്ടാക്റ്റ് ഓഫ് നെയിം 1 കോമ ഫോൺ നമ്പർ. നെയിം 1 എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പാസ് ചെയ്യുന്ന നെയിം, ദെൻ ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ. ഓക്കെ, ഇത്രയാണ് എന്ത് നമ്മളുടെ SQLite വിത്ത് ആൻഡ്രോയിഡ് പറയുന്നത്.